പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷാ ഭവൻ NCC ഗ്രേസ് മാർക്ക് NCC A, B, C പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിശ്ചിത കാലപരിധിക്കകം ഹാജരാക്കണമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി അർഹമായ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് അല്ലെങ്കിൽ വെയിറ്റേജ് അനുവദിക്കുന്നതാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. NCC കേഡറ്റുകൾക്ക് അനുകൂലമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പുതിയ ഒരു ഉത്തരവാണ്. സാധാരണഗതിയിൽ NCC എക്സാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലതാമസമെടുക്കും A, B, C സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി. തങ്ങൾക്ക് അർഹമായ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് അല്ലെങ്കിൽ വെയിറ്റേജ് ലഭിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ബുദ്ധിമുട്ടായതിനാൽ NCC നൽകുന്ന പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രേസ് മാർക്ക് അനുവദിക്കാം എന്ന വൈസ് ചാൻസലറുടെ ഉത്തരവിൻ പ്രകാരമാണ് ഇങ്ങനെയൊരു ഉത്തരവ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓർഡർ: നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ NCC B, C എന്നീ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയ ബിരുദാനന്തര വിദ്യാർത്ഥികളും ബിരുദ വിദ്യാർത്ഥികളും സൂചന 3, 4 എന്നിവ പ്രകാരം നിശ്ചിത ശതമാനം ഗ്രേസ് മാർക്കിന് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡിന് അർഹരാണ്. മാത്രമല്ല, പ്രസ്തുത NCC A, B, C സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾ ബിരുദ പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനും സൂചന 1, 2 എന്നിവ പ്രകാരം അധിക മാർക്കിന് അല്ലെങ്കിൽ അധിക ഗ്രേഡിന് അല്ലെങ്കിൽ വെയിറ്റേജിന് അർഹരാണ്. വിദ്യാർത്ഥികൾ ഹാജരാക്കുന്ന NCC ഒറിജിനൽ A, B, C സർട്ടിഫിക്കറ്റുകൾ പരിഗണിച്ചാണ് അർഹത പരിശോധിച്ച് ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് അല്ലെങ്കിൽ വെയിറ്റേജ് അനുവദിക്കുന്നത്. NCC B and C സർട്ടിഫിക്കറ്റുകൾക്കായുള്ള പരീക്ഷകൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് നടത്തപ്പെടുന്നതെന്നും QR കോഡ് പതിപ്പിച്ച ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ജൂൺ, ജൂലൈ മാസങ്ങളിൽ മാത്രമേ യോഗ്യരായ കേഡറ്റുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നും അതുകൊണ്ട് സർവകലാശാലകൾ നിശ്ചയിക്കുന്ന തീയതിക്കകം വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നും ഇത് തരണം ചെയ്യാൻ പ്രൊവിഷണൽ അഥവാ താൽക്കാലിക സർട്ടിഫിക്കറ്റുകൾ അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകാറുണ്ടെന്നും സൂചന 5 പ്രകാരം NCC ഡയറക്ടറേറ്റ് കേരള ആൻഡ് ലക്ഷദ്വീപ് അറിയിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ ഹാജരാക്കുന്ന പ്രസ്തുത പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുകൾ ഗ്രേസ് മാർക്കുകൾ അനുവദിക്കുന്നതിനായി പരിഗണിക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിഷയം വിശദമായി പരിഗണിച്ച വൈസ് ചാൻസലർ നിശ്ചിത കാലാവധിക്കുള്ളിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രൊവിഷണൽ താൽക്കാലിക NCC A, B അഥവാ C സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര പഠനകാലത്തും പ്രവേശന സമയത്തും അർഹമായ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് അല്ലെങ്കിൽ വെയിറ്റേജ് അനുവദിക്കേണ്ടതാണെന്ന് സൂചന 6 പ്രകാരം ഉത്തരവിടുകയുണ്ടായി. സൂചന 6 ഇതാണ്: 92-200-EG-2-ASST-2/2023/PB നമ്പർ ഫയലിൽ വൈസ് ചാൻസലറുടെ ഉത്തരവ് തീയതി 20/3/2024. വൈസ് ചാൻസലറുടെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് A, B, C സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ലെങ്കിലും NCC ഡയറക്ടറേറ്റ് നൽകുന്ന പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഗ്രേസ് മാർക്കിന് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡിന് അല്ലെങ്കിൽ വെയിറ്റേജിന് അർഹതയുണ്ട് എന്ന് പറയുന്നത്. അതുപ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഉത്തരവ് ഇതാണ്: ആയതിനാൽ NCCയുടെ ഒറിജിനൽ A, B അഥവാ C സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ബിരുദാനന്തര ബിരുദ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അനുവാദം ഉണ്ടാകുകയുള്ളൂ എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി പ്രൊവിഷണൽ അഥവാ താൽക്കാലിക NCC B അഥവാ C സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ ഭാഗമായി നൽകപ്പെടുന്ന അർഹമായ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് ബന്ധപ്പെട്ട സർവകലാശാല ഉത്തരവുകൾക്കനുസൃതമായി അനുവദിക്കുന്നതാണ്. NCCയുടെ അർഹമായ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് ലഭിക്കണമെങ്കിൽ NCCയുടെ ഒറിജിനൽ A, B അഥവാ C സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ബിരുദാനന്തര ബിരുദ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് കേഡറ്റിന് അപേക്ഷിക്കാനുള്ള അവസരം നൽകുകയുള്ളൂ. രണ്ടാമത്തെ ക്ലോസ്: 1ാം സെമസ്റ്റർ പരീക്ഷാ രജിസ്ട്രേഷന് മുൻപ് ഒറിജിനൽ NCC A, B അഥവാ C സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ ഹാജരാക്കിയിരിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ പ്രവേശന സമയത്ത് നൽകപ്പെടുന്ന അർഹമായ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് ഗ്രേഡ് അല്ലെങ്കിൽ വെയിറ്റേജ് പ്രൊവിഷണൽ NCC A, B, C സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
ബന്ധപ്പെട്ട സർവകലാശാല ഉത്തരവുകൾക്കനുസൃതമായി അനുവദിക്കുന്നതാണ്. ഒന്നാം സെമസ്റ്റർ പരീക്ഷാ രജിസ്ട്രേഷന് മുൻപ് NCCയുടെ ഒറിജിനൽ ABC സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ മാത്രമേ അർഹമായ ഗ്രേസ് മാർക്ക്, ഗ്രേസ് ഗ്രേഡ് അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്ക് പ്രൊവിഷണൽ NCC ABC സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നൽകുകയുള്ളൂ. മൂന്നാമത്തെ ക്ലോസ്, മേൽപ്രകാരമുള്ള വ്യവസ്ഥ ഉൾപ്പെടുന്ന സത്യവാങ്മൂലം വിദ്യാർത്ഥിയിൽ നിന്നും ലഭ്യമാക്കേണ്ടതും അതിനനുസൃതമായ തുടർ നടപടികൾ ബന്ധപ്പെട്ട കോളേജുകളും ബ്രാഞ്ചുകളും സ്വീകരിക്കേണ്ടതുമാണ്. കേഡറ്റ്സിൽ നിന്ന് ഈ വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു സത്യവാങ്മൂലം കോളേജ് മേലധികാരികൾ സ്വീകരിക്കേണ്ടതാണെന്നും ഈ ഉത്തരവിൽ പറയുന്നു. ഇതാണ് NCC ABC പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കേഡറ്റിന് ഗ്രേസ് മാർക്ക് എങ്ങനെ അനുവദിക്കാം എന്നത് വ്യക്തമാക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിന്റെ ഉത്തരവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.